അർജുന്റെ ബന്ധു ജിതിൻ കിട്ടിയ സാധനം എന്താണെന്ന് പരിശോധിക്കുന്നുണ്ട് അല്ലേ? ഹലോ, അല്ല അത് പുതിയ ജാക്കിയ വണ്ടി, പുതിയ വണ്ടിയല്ലേ? വണ്ടിയുടെ ജാക്കിയാണെന്ന് 80% ഉറപ്പാ. ഒരു 80% നമ്മൾ തന്നെ 80%. ഹലോ, ടാങ്കറിന്റെ ഒരു ഇപ്പൊ 2 സാധനം കിട്ടി ഓൾറെഡി. ഈശ്വർ മൽപ്പയ്ക്ക് 2 സാധനം കിട്ടി. ഒന്ന് ഏറെ നിർണായകമായ കൂടി ഇവിടെയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആണ് ഒരു 80% നമ്മളെ തന്നെയാണ്. പുതിയതാണ്. കളർ ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യണം. ഇത് ജാക്കിയാണ്. നമ്മൾ ലോറി പൊന്തിക്കുന്നത് ഇതിലാണല്ലോ. അതാണ് ഇവിടെയുണ്ട്. അവർ തന്നെയാണ് ഇക്കാര്യങ്ങൾ 80% ഉറപ്പാണ്. 80% അല്ല, പക്ഷേ ഈ ജാക്കി തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു കൂടി നേരത്തെ കണ്ടെത്തി. ഇത് ടയർ പഞ്ചറായി കഴിഞ്ഞാല് ഈ ജാക്കിയിലാണ് നമ്മൾ പൊന്തിക്കുക. അതാണ് ഞാൻ എന്നാലും ഒന്ന് ആണിത് നമ്മളതാണ്. അപ്പൊ ഞാൻ ഒന്ന് മുവിനെ ചോദിച്ചാട്ടെ. കാരണം ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇത് പുതിയ ജാക്കിയാണിത്. പുതിയ ജാക്കിയല്ലേ? പുതിയ ജാക്കിയാ നമ്മളത്. ആണ് ഞാൻ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി എന്തൊക്കെ ആണ്, സംശയമില്ല. ഇത് ഈ ഭാഗത്താണ്, നമ്മുടെ കരയോട് ചേർന്ന ഭാഗം കണ്ടെത്തിയല്ലേ? അതെ ഇത് നമ്മളെ ജാക്കി തന്നെയാണ്. ജാക്കിയാണ്. ദിവീഷ്, ഇപ്പോൾ വാഹനവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വിവരമാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. അത് അർജുൻ സഞ്ചരിച്ച വാഹനത്തിന്റെ ജാക്കി ആണ്. ഇത്തരത്തിൽ വാഹനത്തിന് കേടുപാടുകൾ പറ്റുന്ന സമയത്ത്, ടയർ പഞ്ചറാവുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ വാഹനം ഉയർത്തി നിർത്താൻ ഉപയോഗിക്കുന്ന ജാക്കിയാണ് ഇപ്പോൾ പുഴയിൽ നിന്ന് കണ്ടെടുത്തത് എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഇത്തരത്തിൽ മനാഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. ഇത്രയും തിരച്ചിലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ശിരൂരിലെ തിരച്ചിലിൽ അർജുന്റെ വാഹനത്തിന്റേതെന്ന് കരുതുന്ന ജാക്കി, ഇപ്പോൾ ഉടമ മനാഫ് പറയുന്ന ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ്, തങ്ങളുടെ വാഹനത്തിന്റെ ജാക്കി തന്നെയാണ്, പുതിയതായിരുന്നു എന്നതാണ്. ഇനിയിപ്പോൾ ആ സമയത്ത് മറ്റൊരു ടാങ്കർ കൂടി അപകടത്തിൽപ്പെട്ടിരുന്നു. അതിൻ്റെയും ആകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഉടമ മനാഫ് ഏറെക്കുറെ ഉറപ്പിക്കുന്നത് തൻ്റെ ലോറിയുടെ ജാക്കി തന്നെയാണ് ഈ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ്.